ഏഴിക്കര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഹൈബീഡൻ എം.പി. നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം.എസ്. രതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരോൺ പനയ്ക്കൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി. പത്മകുമാരി, കെ.ഡി. വിൻസെന്റ്, പി.കെ. ശിവാനന്ദൻ, രമാദേവി ഉണ്ണികൃഷ്ണൻ, പി. മീന ശ്രീ കെ.ഡി. വിൻസെന്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവ് മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എം.പി. എന്നുള്ള രീതിയിൽ എന്നോട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ആയുർവേദ ഡിസ്പെൻസറിക്കുള്ള സ്ഥിരമായ ഒരു കെട്ടിടം എന്നുള്ളത്. അതിന് ഭൂമി വാങ്ങി ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പുതിയ പ്രസിഡന്റ് ശ്രീ രതീഷ് ആണെങ്കിലും നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു പെട്രോളിയം റിഫൈനിങ് സെൻ്ററാണ്. അവരുടെ ആസ്ഥാനം കൊച്ചിയിലാണ്. അവരോട് ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും ഈ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി 47 ലക്ഷം രൂപയാണ് അവരുടെ CSR ഫണ്ടിൽ നിന്ന് ഇന്ന് ഈ കെട്ടിടത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത്. ഇത് ഒരു നിലയുള്ള ഒരു കെട്ടിടമായിരിക്കും. ഇനി ഭാവിയിലേക്ക് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിൽ പോലും ഒരു വെർട്ടിക്കൽ എക്സ്പാൻഷൻ മുകളിലേക്ക് പണിയാൻ കഴിയുന്ന രീതിയിൽ ഭാവിയിലേക്ക് ഇവിടുത്തെ ചികിത്സാ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും മറ്റ് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ആണെങ്കിലും എല്ലാവരും വലിയ താല്പര്യമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. അതിന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ CSR ഹെഡ് വൈദേശ്വരി റാവു ഇവിടെ ഉണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ IOCയോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഇവിടുത്തെ ആശുപത്രിയുടെ ഡോക്ടർ എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്കെല്ലാം സുപരിചിതനായിരുന്ന ശ്രീ രമേശൻ നായർ, കവിയും രചയിതാവുമെല്ലാമായ ശ്രീ രമേശൻ നായരുടെ മകളാണ് ഇവിടുത്തെ ഡോക്ടർ. അവരെല്ലാം വലിയ താല്പര്യം ഈ പദ്ധതിക്ക് എടുക്കുന്നുണ്ട്. ഏതായാലും വേഗത്തിൽ തന്നെ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിക്കുന്നത്.